നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണാഭരണ പ്രേമികൾക്ക് അത്ര സന്തോഷം നൽകാതെയാണ് കഴിഞ്ഞ ആഴ്ച സ്വർണ്ണ വിപണി കച്ചവടം അവസാനിപ്പിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വില 53,000-ന് മുകളിലേക്ക് എത്തുകയായിരുന്നു. ഇതേ നിരക്കിൽ തന്നെയാണ് അവധി ദിനമായ ഞായറാഴ്ചയും കച്ചവടം തുടർന്നത്. ശനിയാഴ്ച പവന് 480 രൂപ വർദ്ധിച്ചതോടെയായിരുന്നു സ്വർണ്ണവില 53,200-ലേക്ക് എത്തിയത്. 60 രൂപ കൂടി ഗ്രാം വില 6,650 രൂപയുമായി. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും കുറഞ്ഞ് ഗ്രാമിന് 6,590 രൂപയിലും പവന് 52,720 രൂപയിലുമായിരുന്നു വെള്ളിയാഴ്ച വ്യാപാരം. ഇവിടെ നിന്നുമാണ് വില വീണ്ടും 53,000-ന് മുകളിലേക്ക് എത്തിയത്. ഏതായാലും അവധിക്ക് ശേഷം തിങ്കളാഴ്ച വിപണി തുറന്നപ്പോൾ ആശ്വാസമായി സ്വർണ്ണവില ഇന്ന് ഇടിഞ്ഞിരിക്കുകയാണ്. ഒരു പവൻ 24 ക്യാരറ്റ് സ്വർണ്ണത്തിന് ഇന്ന് 160 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. 53,040 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 6,630 രൂപയിലേക്കും എത്തി. 22 ക്യാരറ്റ് സമാനമായി 24 ക്യാരറ്റിലും 18 ക്യാരറ്റിലും ഇടിവുണ്ടായിട്ടുണ്ട്. 57,864, 43,392 എന്നിങ്ങനെയാണ് യഥാക്രമം 24 ക്യാരറ്റ് 18 ക്യാരറ്റ് സ്വർണ്ണങ്ങളുടെ ഇന്നത്തെ നിരക്ക്. കഴിഞ്ഞ മാസത്തെ റെക്കോർഡ് നിരക്കിൽ നിന്നും ജൂൺ മാസത്തിൽ സ്വർണ്ണവില ഇടിയാൻ പ്രധാനമായും കാരണമായത് ചൈനയുടെ ഇടപെടലായിരുന്നു. 18 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചൈന കൂടുതൽ സ്വർണ്ണ ശേഖരം വാങ്ങുന്നത് നിർത്തിവെച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ സ്വർണ്ണവില മോശമല്ലാത്ത നിലയിൽ താഴേക്ക് വരാൻ കാരണം. എന്നാൽ വർഷാവസാനത്തോടെ US പണപ്പെരുപ്പം കുറയുന്നതിന്റെ സൂചനകൾ പുറത്തു വന്നത് ഫെഡ് നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് ശനിയാഴ്ചത്തെ വർധനവിന് ഇടയാക്കിയത്. പവന് 53,200 രൂപ എന്ന നിരക്കിലായിരുന്നു ജൂൺ മാസം സ്വർണ്ണ വിപണി ആരംഭിച്ചത്. ജൂൺ 7-ാം തീയതിയിലേക്ക് എത്തിയതോടെ വില 54,080 രൂപ എന്ന നിലയിലേക്ക് എത്തി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കുമായിരുന്നു ഇത്. എന്നാൽ തൊട്ടടുത്ത ദിവസം വിലയിൽ 1,520 രൂപയുടെ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയ പ്രതിദിന ഇടിവായിരുന്നു ഇത്. അന്ന് രേഖപ്പെടുത്തിയ 52,560 രൂപ എന്നതാണ് ഈ മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. വാങ്ങുന്ന സ്വർണത്തിന്റെ പരിശുദ്ധിക്കനുസരിച്ചാണ് സ്വർണത്തിന് വിലയിടുന്നത്. 24 ക്യാരറ്റ്, 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 14 ക്യാരറ്റ് എന്നിങ്ങനെ വിവിധ പരിശുദ്ധികളിൽ സ്വർണ്ണം ലഭിക്കും. കൂടുതൽ പരിശുദ്ധിയുള്ള സ്വർണത്തിന് കൂടുതൽ വില നൽകണം. 24 ക്യാരറ്റ് സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ വില. 14 ക്യാരറ്റിന് വില കുറയും. 22 ക്യാരറ്റാണ് കൂടുതലും സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാനാണ് 18 ക്യാരറ്റ് സ്വർണ്ണം ഉപയോഗിക്കുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ കാലങ്ങളായി കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. മറ്റ് സംഘടനകളും സ്വർണ്ണാഭരണ വിതരണക്കാരും ഈ വില പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം, രൂപയുമായുള്ള വിനിമയ നിരക്ക്, സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക്, ഇവ പ്രകാരം മുംബൈ വിപണിയിലെ വില എന്നിവ അവലോകനം ചെയ്താണ് ഓരോ ദിവസവും സ്വർണ്ണവില നിർണ്ണയിക്കുന്നത്.